ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ 2024 ഫസ്റ്റ് വീഡിയോ ആണ് നമ്മുടെ. അപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലതായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഡിസംബർ 31 ന്യൂ ഇയർ പ്രോഗ്രാം ആട്ടോ. അപ്പോൾ ഞങ്ങളുടെ പ്രോഗ്രാം അന്ന് റിനേ കൊച്ചിനിലായിരുന്നു, ഹോട്ടൽ റിനേ കൊച്ചിൻ പാലാരിവട്ടം. അപ്പോൾ നമ്മുടെ ഹോർഡിങ്സൊക്കെ കണ്ടോ, ഭയങ്കര വലുതാക്കി വെച്ചിട്ടുണ്ട് കണ്ടോ, ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. അങ്ങനെ എൻ്റെ ഫോട്ടോ ഒക്കെ ഇരിക്കണുണ്ട്. അപ്പോൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് സൗണ്ട് ചെക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സൗണ്ട് ചെക്കിന് വേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ പോണ വഴിയിലൊക്കെ നമ്മളുടെ ഈ MEIS 2024 എന്നായിരുന്നു പ്രോഗ്രാമിൻ്റെ പേര്. ഇത് നമ്മളുടെ മെയിൻ സ്പോൺസേഴ്സിൻ്റെ ഇതാട്ടാ, നമ്മളുടെ പ്രോഗ്രാമിൻ്റെ മെയിൻ സ്പോൺസേഴ്സ്. അത് കഴിഞ്ഞ് ഇവിടെ മെയിൻ ഹാളിലേക്ക്, ഈ ഹാളിലായിരുന്നു നമ്മളുടെ ഇൻഡോർ ആയിരുന്നു പ്രോഗ്രാം. അപ്പോൾ അവിടെ ലൈറ്റിങ്ങിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ആകുമ്പോഴേക്കും സെറ്റായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സൗണ്ട് ചെക്ക്, അപ്പോൾ അവർ രാവിലെ സൗണ്ടുകാർ വരും, ഉച്ചയ്ക്ക് പോന്നോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണെങ്കിൽ വേറെ ഒരു കല്യാണം ഉണ്ടായിരുന്നതുകൊണ്ട് വേഗം ഒരു ഉച്ചയ്ക്ക് 1:30 തന്നെ പോയിട്ട് സൗണ്ട് ചെക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഹേഴ്സ് ബാൻഡിൻ്റെ ഫുൾ ടീമല്ല. അപ്പോൾ പോണ വഴിക്ക് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു, ഊഞ്ഞാല ആടിക്കൊണ്ടിരിക്കുക. നല്ല രസമുണ്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അമൽ ചേട്ടനും ഊഞ്ഞാലാടണത്. പിന്നെ അത് കഴിഞ്ഞിട്ട് സബിത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ടീമിലെ സബിത ചേച്ചിയും ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കും വീഡിയോ എടുത്തു കൊടുത്തു. പിന്നെ നമ്മളുടെ ഫുൾ ടീം അല്ലായിരുന്നു കേട്ടോ, ഹേഴ്സിലെ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കീബോർഡ് മേഘ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ കുട്ടി, അടിപൊളിയാണ് അവൾ. നന്നായി വായിക്കും, നന്നായി പാട്ട് പാടും, ഇംഗ്ലീഷ് സോങ്സൊക്കെ നന്നായി അവൾ പാടി. 2 സോങ്സ് അന്ന് പാടി. അപ്പോൾ അത് ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവർ സൗണ്ട് ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളുടെ സൗണ്ട് ചെക്ക് ചെയ്ത് നമ്മൾ വേഗം പാടിയൊക്കെ നോക്കി. സൗണ്ട് ചെക്കൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ 6 മണിക്കാകുമ്പോഴേക്കും നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിട്ടാ ഹോട്ടലിൽ. അപ്പോൾ അതെല്ലാം സെറ്റായിട്ട് നമ്മൾ പോകാൻ പോകാല്ല പരിപാടിക്ക്. പിന്നെ ഭംഗിയില്ലേ നമ്മുടെ ചുള്ളൻ വരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പോക്കാണ്. അപ്പം അത് കയറിയില്ലേ. ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ന്യൂ ഇയർ പ്രോഗ്രാമിന് പോകട്ടാ. ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലും ഹാപ്പി ന്യൂ ഇയർ. എന്തായാലും ന്യൂ ഇയർ വന്നതിന് ശേഷമായിരിക്കും ഈ വീഡിയോ ഇടാം. അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആയി. അപ്പോൾ ഞങ്ങൾ പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് വരാം. നമ്മളിവിടെ റിനയിലെത്തി പോയോണ്ടിരിക്കുക, കാറ് പാർക്ക് ചെയ്തിട്ടാണ്. എല്ലായിടത്തും നമ്മളുടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചു തരാം. അതെ, നന്നായിട്ട് രാത്രിയായപ്പോഴേക്കും ലൈറ്റിംഗ് ഒക്കെ നോക്കി. നോട്ട് ജസ്റ്റ് അനദർ ന്യൂ ഇയർ ബാഷ്, ഇറ്റ്സ് ന്യൂ ഇയർ സബാഷ് ലെഡ് ബൈ ഓൾ ഫീമെയിൽ ആർട്ടിസ്റ്റ്. അടുത്തത് പിന്നെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് ഞങ്ങളുടെ ബാൻഡിൻ്റെ പേര്. അങ്ങനെ നമ്മൾ സ്റ്റേജിൻ്റെ അവിടേക്ക് എത്തായിട്ട് അപ്പോൾ ഫുൾ സെറ്റായി. ലൈറ്റ് നമ്മൾ ഉച്ചയ്ക്ക് വരുന്ന സൗണ്ട് മാത്രം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഫുൾ ലൈറ്റ് ആൻഡ് സൗണ്ടൊക്കെ സെറ്റായി. ടേബിളും ചെയർസും ഒക്കെ നല്ല വെൽ അറേഞ്ച്ഡ് ആണ്. നമുക്കറിയാലോ, ഹോട്ടൽ റിനയല്ലേ, അതിൻ്റേതായ ഇതിൽ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ആൾക്കാരില്ല. 7:30 തൊട്ടാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നോക്കി. നല്ല സ്റ്റേജായിരുന്നു, നല്ല അടിപൊളി സ്റ്റേജായിരുന്നു കേട്ടോ. അടിപൊളി. ഇവിടെ നല്ല കേട്ടാ, ഓരോ കളർ മാറി വരുമ്പോഴാണ് നല്ലത്.
പിന്നെ ആസ് യൂഷ്വൽ കുറച്ച് ഫോട്ടോ സെഷനായിരുന്നു നമ്മുടെ. ഫസ്റ്റ് ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മുടെ മ്യൂസിക് സെഷനായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിംസ്, പിന്നെ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. ഗെയിംസ് ഉണ്ടായിരുന്നു. RJ എന്തായിരുന്നു കുട്ടിയുടെ പേര്, റിയ, നല്ല ആങ്കറിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാജിക് ഉണ്ടായിരുന്നു. ജിജി എന്ന് പറഞ്ഞിട്ട് പെരുമ്പാവൂരുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ആളുടെ മാജിക്കായി കാണുന്നത്. അടി നന്നായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ ബെല്ലി ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കി അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബെല്ലി ഡാൻസൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ DJ ഒരു ബാംഗ്ലൂരിൽ നിന്നൊരു കുട്ടിയായിരുന്നു. ആളുടെ പേര് DJ റാഷ് എന്നാണ് ആളുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ശരിക്കുള്ള പേര് എനിക്കറിയില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തം ലേഡീസായിരുന്നു ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം. അതാണ് MAs 2024 ഫുൾ ലെഡ് ബൈ ഫീമെയിൽ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റിനയുടെ ഇപ്പോൾ നമ്മൾ തൃശ്ശൂരിൽ നിന്നൊക്കെ വരുമ്പോൾ പാലാരോട്ടൻ ഡയറക്ഷനിൽ ഇപ്പോൾ ആ റിനയുടെ അവിടെ വലിയ ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്നു ഹോർഡിങ്സ്. അപ്പോൾ അത് കുറേ പേര് കണ്ടിട്ട് എന്നെ വിളിച്ചു, റോസിൻ്റെ ഫോട്ടോ കണ്ടു, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കും ഭയങ്കര സന്തോഷമായി. ഇത്രയും വലുതാക്കിയിട്ട് എറണാകുളത്ത് നമ്മൾ പ്രോഗ്രാമിന് മുമ്പ് നമ്മുടെ ഇത് ഉണ്ടെങ്കിലും പക്ഷേ അത് ആ സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ഭയങ്കര വലിയ ഇതായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു. ബുഫേ അടിപൊളി ബുഫേ ആയിരുന്നു. കുറേ ടേസ്റ്റ് ചെയ്യാത്ത കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാനൊരുവിധം എല്ലാം ടേസ്റ്റ് ചെയ്തു. പക്ഷേ സാലഡ്സൊക്കെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. സാലഡ്സും ഡെസേർട്ട്സിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഡെസേർട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ മെനുവിലാണെങ്കിലും അതെ അടിപൊളിയായിരുന്നു. നല്ല ഫുഡായിരുന്നു. അമൽ ചേട്ടൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അമൽ ചേട്ടൻ അങ്ങനെ പുതിയതൊന്നും ടേസ്റ്റ് ചെയ്യാത്തൊരു ആളാണ്. ഞങ്ങൾക്ക് നല്ലൊരു നല്ലൊരു അടിപൊളി ബുഫേ ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് പിന്നെ 12 മണിയാവാൻ വെയിറ്റ് ചെയ്ത് നിന്നു. കാരണം ഞാൻ ഡെസേർട്ട് കഴിക്കുക. ഡെസേർട്ടിൽ ഞാൻ എനിക്ക് തോന്നുന്നു എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചാണെങ്കിലും എല്ലാം ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോഴേക്കും അമൽച്ചേട്ടന് വയ്യാണ്ടായിട്ടാണ്. അമൽച്ചേട്ടന് ഓൾറെഡി കോൾഡൊക്കെ ആയിട്ട് പോയി. അവിടെ AC കൂട്ടിയിട്ടിട്ട് പറ്റാണ്ടായി അമൽച്ചേട്ടന്. അങ്ങനെ 12 മണി ആവാൻ വെയിറ്റ് ചെയ്തിരിക്കുക ഞങ്ങൾ. ഞാൻ പറഞ്ഞില്ല അമൽച്ചേട്ടൻ ഉള്ളിൽ കുളിരുന്നോണ്ട് പുറത്തിരിക്കുകയായിരുന്നു. AC ഭയങ്കര തണുപ്പായതുകൊണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു ന്യൂ ഇയർ ആയിരുന്നു. നല്ലൊരു തുടക്കമാവട്ടെ എല്ലാവർക്കും, ഞങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തുടക്കമാവട്ടെ. അപ്പോൾ നമ്മളുടെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.
ഹാപ്പി ന്യൂ ഇയർ. ഇപ്പൊ 12 അല്ല 12 1 കറക്റ്റ് അല്ലേ? ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ.